ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നൊരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയായ പാവ് ബജിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 ഉരുളക്കിഴങ്ങ്, 1 ക്യാരറ്റ്, 2 വെല്ലുള്ളി, 2 തക്കാളി, 1 ക്യാപ്സിക്കം, കുറച്ച് വെളുത്തുള്ളി, 1 കപ്പ് ഗ്രീൻ പീസ് വേണം. അപ്പോൾ ആദ്യം നമുക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഗ്രീൻ പീസ് ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ കുക്കറിലാണ് വേവിക്കുന്നത് ഈ 3 എണ്ണം. അപ്പം ഞാനിവിടെ കുക്കറിലാണ് ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസെല്ലാം ഒന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഫ്രോസൺ ഗ്രീൻ പീസാണ് ഞാനിവിടെ എടുത്തത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് കുറച്ച് ഉപ്പും 1 കപ്പ് വെള്ളവും ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. രണ്ട് വിസിൽ വരുന്നവരെയാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. അപ്പം അത് കഴിഞ്ഞാൽ ഇത് ഓഫാക്കി വെക്കാം. 2 വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പ്രഷർ പോകുന്നവരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനകത്തുള്ള ഫുൾ പ്രഷറും പോയിട്ടുണ്ട്. ഇനി നമുക്കിത് സൈഡിലേക്ക് മാറ്റി വെക്കാം. മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു കടായി അടുപ്പത്ത് വെക്കണം. അത് ചൂടായാൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. കടായി ചൂടായി. അതിനകത്ത് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം കോൺ ഓയിലോ സൺഫ്ലവർ ഓയിലോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഓയിൽ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ഒരു ചെറിയ സ്പൂണ് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ജീരകം നല്ലൊരു ഫ്ലേവർ ഇതിനകത്ത് ഈ നോർത്ത് ഇന്ത്യൻ ആ ഒരു ഫ്ലേവർ കൊടുക്കും. ജീരകം ഞാനൊരു ചെറിയ സ്പൂണാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ജീരകത്തിൻ്റെ ഒരു നല്ല സ്മെല്ല് വന്നു കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് വെല്ലുള്ളി 2 വെല്ലുള്ളി ചെറുതായി മുറിച്ചാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ ആ ഒരു ഒരു നല്ലൊരു മൊരിഞ്ഞ ഒരു രീതിയിൽ വരുന്നവരെ ഇത് വഴറ്റിയെടുക്കണം. നല്ല മസാല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്കിതിനകത്ത് വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ചാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ചതച്ചിട്ട് തന്നെ ഞാനിവിടെ ചേർക്കുന്നത്, മുറിച്ചിട്ടല്ല. ചതക്കുമ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ നല്ലൊരു ടേസ്റ്റ് വരും. ഇനി ഇതിനകത്ത് കുറച്ച് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കണം. ഒരു ചെറിയ സ്പൂണ് 1/4 സ്പൂണ് മഞ്ഞൾ പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇത് ഇളക്കിയിട്ട് മിക്സ് ചെയ്യണം. ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കണം. ക്യാപ്സിക്കം ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നല്ലൊരു അതിൻ്റെ ഒരു റോസ് സ്മെല്ല് മാറുന്നവരെ ഇത് വഴറ്റിയെടുക്കണം. ഇതിനകത്ത് നമുക്ക് 2 തക്കാളി ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കണം. 2 തക്കാളിയാണ് നേരത്തെ എടുത്തത്. അപ്പോൾ 2 തക്കാളി ചെറുതായി മുറിക്കത് ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കുക. ക്യാപ്സിക്കം തക്കാളി എല്ലാം ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് തക്കാളിയും ക്യാപ്സിക്കം എല്ലാം ഒന്ന് നന്നായിട്ട് വേകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഇത് വേവിക്കാം. ക്യാപ്സിക്കവും തക്കാളിയെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നേരത്തെ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങും ക്യാരറ്റും
ഗ്രീൻ പീസും ചേർത്ത് കൊടുക്കുക. ചേർത്തിട്ട് നന്നായിട്ട് ഇത് ഉടച്ചെടുക്കണം. നന്നായിട്ട് ഇത് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കണം. പച്ചക്കറിയെല്ലാം കാണാത്ത വിധത്തിലൊന്ന് ഉടച്ചെടുക്കും. ഈ പച്ചക്കറിയെല്ലാം നന്നായിട്ട് ഉടച്ചെടുക്കണം. അപ്പം ഞാൻ പച്ചക്കറിയെല്ലാം നല്ലോണം ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്ത് നമുക്ക് മസാല ചേർത്ത് കൊടുക്കണം. മസാല ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പാവ് ഭാജി മസാലയാണ്. പാവ് ഭാജി മസാല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നത് കുറച്ച് ഗരം മസാലപ്പൊടി, പിന്നെ ചേർക്കേണ്ടത് ചാട്ട് മസാല, പിന്നെ കുറച്ച് കാശ്മീരി മുളക് ഞാനിവിടെ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട് ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കുക. മെയിനായിട്ട് വേണ്ടത് നമ്മൾ പാവ് ഭാജി മസാലയാണ്. ഞാൻ ഇവിടെ 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടിത് മിക്സ് ആവണം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിനകത്ത് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിൻ്റെ ആ ഒരു ശരിക്കുള്ള ടേസ്റ്റ് എന്ന് പറയുന്നത് ചാട്ട് മസാലേൻ്റെ ആ ഒരു നമ്മുടെ ആ ഗരം മസാലേൻ്റെ എല്ലാമാണ്. അപ്പം നിങ്ങൾക്ക് അഥവാ ഈ പാവ് ഭാജി മസാല കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു ഓപ്ഷൻ ഉള്ളത് എന്ന് വെച്ചാൽ ചാട്ട് മസാല ഇടുക, പിന്നെ ഇത് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം അന്നേരം ആ ഒരു ഫ്ലേവർ കിട്ടും. പക്ഷെ ഞാനിവിടെ ഉള്ളത് കൊണ്ട് അങ്ങനെ ചേർത്ത് കൊടുത്തെന്ന് മാത്രം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം തീർച്ചയായും. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂണും കൂടെ കാശ്മീരി മുളകാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇത് അതിൻ്റെ ഒരു പച്ച സ്മെല്ല് മാറുന്നവരെ ഒന്ന് നന്നായിട്ട് നമുക്ക് ഇതിനകത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ആ ഒരു നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് ആ ഒരു ശരിക്കുള്ള നല്ല ആ ഒരു മുളക് പൊടിയുടെ ആ സ്മെല്ലൊന്ന് മാറിക്കിട്ടണം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് പച്ചക്കറിയെല്ലാം നന്നായിട്ട് ഉടച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് ഞാൻ ഇവിടെ കസൂരി മേത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കസൂരി മേത്ത് വെച്ചാൽ ഉണങ്ങിയ ഉലുവയില. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി കുറച്ച് ഉപ്പ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം നമുക്ക്. അപ്പോൾ ആദ്യം കുറച്ച് ഇട്ടതല്ലേ ഉള്ളൂ. അപ്പം കുറച്ച് ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം. ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിൻ്റെ ആ ഒരു അയവ് എന്ന് പറയുന്നത് കറീൻ്റെ അയവ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ലൂസാവണം. അപ്പം കുറച്ച് ചൂടുവെള്ളം ഇതിനകത്ത് ഞാൻ ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. കുറച്ചും കൂടെ ചൂടുവെള്ളം വേണം. അപ്പോൾ നല്ലൊരു അയവ് ഉള്ള രീതിയിലാണ് ഇതിൻ്റെ ആ കറീൻ്റെ കൺസിസ്റ്റൻസി വേണ്ടത്. നേരത്തെ നന്നായിട്ട് ഇത് ഒന്ന് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ വെള്ളം ചേർക്കേണ്ടുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇവിടെ മിക്സ് ആയിട്ടുണ്ട്. ഇത് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി അല്ലേ.
അപ്പോൾ ഇത് ആകെക്കൂടെ ഇതിന് സമയം വേണ്ടത് പച്ചക്കറി മുറിക്കാനും പിന്നെ ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കേണ്ട സമയം മാത്രമാണ്. പിന്നെ വേറെ പ്രത്യേകിച്ചിട്ടുള്ള ഒരു സമയമൊന്നും വേണ്ട. അപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുട്ടികൾക്ക് വേണ്ടിയിട്ട്. രാവിലെ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ രാത്രി ഇത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് വെച്ചാൽ മതി. ഇനി ഇതിനകത്ത് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കണം. മല്ലിയില ഞാനൊരു വലിയ കൈപ്പൊടി ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മല്ലിയില കൂടുതൽ ഇതിനകത്ത് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ വരും. അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കറീൻ്റെ ആ ഒരു അയവ് എന്ന് പറയുന്നത്, കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ കുറച്ച് അയഞ്ഞിട്ടിരിക്കണം. അപ്പോൾ ഇത് കുറച്ച് കട്ടിയായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ ഇതിനകത്ത് ചൂടുവെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അവസാനമായിട്ട് ഇതിൻ്റെ ഒന്ന് ടേസ്റ്റെല്ലാം നോക്കാം. അപ്പം ടേസ്റ്റ് നോക്കുമ്പോൾ ഉപ്പും പുളിയെല്ലാം കറക്റ്റായിട്ടുണ്ട്. പുളിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 2 തക്കാളിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനകത്ത് അവസാനമായിട്ട് ചേർക്കാനുള്ളത് നമുക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടറാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയൊരു പീസ് ബട്ടർ ഞാൻ ഇവിടെ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ബട്ടർ തന്നെ ചേർക്കണം, ഇതിനകത്ത് മസ്റ്റായിട്ട് ചേർക്കണം. എന്നാലും അതിൻ്റെ ആ ശരിക്കുള്ള ടേസ്റ്റ് വരുള്ളൂ ആ മസാലക്ക്. അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഈ മസാല കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാക്കറ്റ് പാവ് ബൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ പാവ് ബന്ന് ഇതുപോലെ ഉണ്ട്, ബണ്ണാണ്. പക്ഷേ അത് നമുക്ക് നേരെ ഹാഫായിട്ട് മുറിച്ചിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ടോസ്റ്റ് ചെയ്യുമ്പോൾ നേരെ ഇതുപോലെ മുറിച്ചിട്ട് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കണം പാനിൽ. അപ്പം ബട്ടർ ചേർത്തിട്ട് നമുക്കിത് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ എല്ലാ വണ്ണും നമുക്കിതുപോലെ ടോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം. എല്ലാ ബണ്ണും ഇതുപോലെ തിരിച്ചു മറിച്ച് കൂട്ടിയിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. അപ്പോൾ അടിപൊളിയായ ഈ പാവ് ബജിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റിയാണ് ഇത് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്, ബണ്ണും കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.